എനിക്കിത് ചെയ്യണം എന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു അംബിഷൻ അല്ലെങ്കിൽ ആ ഒരു ഇന്റൻഷനോടെ ആ ഒരു വേദിയിൽ നിൽക്കാൻ കാണിച്ച ആ ഒരു മനസ്സുകൊണ്ടാണ് ആ ഒരനുഭവം ഉണ്ടായത് എന്നാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. ഓരോ വേദിയിൽ ചെന്ന് നിൽക്കുമ്പോഴും നമ്മൾ ഫീൽ ചെയ്യേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഓരോ പെർഫോമൻസിന് മുമ്പും നമുക്ക് ഫീൽ ചെയ്യേണ്ട ഒരു കാര്യം, അത് പാട്ട് പാടുന്നതാവട്ടെ, കവിത ചൊല്ലുന്നതാവട്ടെ, അല്ലെങ്കിൽ ഒരു വേദിയിൽ പ്രസംഗിക്കാൻ കയറുമ്പോഴാവട്ടെ, നമ്മുടെ മുന്നിലിരിക്കുന്ന സദസ്സ് എന്ന് പറയുന്നത് നമ്മളെ പ്രോത്സാഹിപ്പിക്കാനാണ്. നമ്മൾ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നത് കാണാനായിട്ടാണ് നമുക്ക് മുന്നിലിരിക്കുന്നത്. അവർക്ക് നമ്മൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം. അതാണ് അവരെ എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്കൊരു സ്ട്രോങ് ഇന്റൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 10 കൊടുത്താൽ 100 ഇരട്ടിയായിട്ട് അത് തിരിച്ചു തരുന്ന ഒരു ഓഡിയൻസ് ആണ് നമുക്ക് ചുറ്റുമുള്ളത് എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള വിശ്വാസത്തോടെ വേണം നമ്മൾ ഓരോ വേദിയിലേക്കും കയറി ചെല്ലാനായിട്ട്. അപ്പം ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നിന്ന് കിട്ടിയ കോൺഫിഡൻസ് ആണ് എന്നെ ഒരു റേഡിയോ ജോക്കി ആക്കി മാറ്റിയത്. ഒരു വലിയ പ്ലാറ്റ്ഫോം, ആകാശവാണി പോലെ ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യാൻ, 15 വർഷത്തോളം റേഡിയോ ജോക്കി ആയിട്ട് പല പല പരിപാടികൾ അവതരിപ്പിച്ച് അതിലൂടെ ശ്രോതാക്കളുടെ ഹൃദയത്തിൽ ഇടം നേടാനൊക്കെ എനിക്ക് അവസരം ഒരുക്കി തന്നത് തീർച്ചയായിട്ടും ഈ സ്കൂൾ കാലഘട്ടത്തിൽ എനിക്ക് കിട്ടിയ ആ വേദികളിൽ നിന്നുള്ള അനുഭവങ്ങൾ തന്നെയാണ്. ഒരു ജോലി എന്നതിനേക്കാൾ ഉപരിയായി അതെന്റെ പാഷനായിരുന്നു. അവിടെ ജോലി ചെയ്ത 15 വർഷങ്ങളും അത്രയ്ക്ക് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നതായിരുന്നു. ഒരു പ്രാവശ്യമെങ്കിലും മൈക്കിന് മുന്നിൽ സംസാരിക്കാൻ കൊതിച്ച പെൺകുട്ടി 21 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ആ മൈക്കിന് മുന്നിൽ നിരന്തരം സംസാരിച്ചു. അതും ലൈവായി. റേഡിയോ നാടകങ്ങൾ, ഫോൺ ഇൻ പരിപാടികൾ, ഓഡിയോ ട്രാവലോഗുകൾ, അങ്ങനെ പലതരം പരിപാടികൾ അവതരിപ്പിച്ചു. ഇതിനിടയിൽ നാടോടി എന്നൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്ത് 2 ലേഡീസ് ഓൺലി ട്രിപ്പുകൾ സംഘടിപ്പിച്ചു. കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങി. പക്ഷേ ഒരു പോയിന്റിൽ ഇതൊന്നുമല്ല എൻ്റെ ലൈഫിൻ്റെ ഒരു അൾട്ടിമേറ്റ് പേർപ്പസ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഇക്കിഗായ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വീണ്ടും ഞാനൊരു മെറ്റോമോർഫോസിസിന് തയ്യാറെടുക്കുകയാണിപ്പോൾ. അതിൻ്റെ ഭാഗമാണ് ബോധി എന്ന ഈ ഒരു വെർച്വൽ സ്പേസിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും. ലൈഫിൽ ഓരോ പോയിന്റിലും കുറേ സ്ട്രഗിൾ ചെയ്ത് നമ്മളൊരു കംഫർട്ട് സോണിലെത്തും. അവിടെ അങ്ങനെ വർഷങ്ങളോളം ഒരു ഷെല്ലിനകത്തെന്ന പോലെ ഇങ്ങനെ കുരുങ്ങി കിടക്കും. ഈ ഷെല്ല് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് ഒട്ടും എളുപ്പമല്ല. പക്ഷെ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റൂ. മികച്ച ഒരു ലൈഫ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കോച്ച് ആവുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇക്കിഗായി. എൻ്റെ ഈ യാത്രയിൽ ഊർജമായി നിങ്ങളും ഇനി മുതൽ കൂടെ ഉണ്ടാവും എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ, ദിസ് ഇസ് മീ മഞ്ജുഷ, സൈനിങ് ഓഫ്.